السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على خاتم الأنبياء سيد المتقين محمد بن عبد الله وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 58-ാം അധ്യായം സൂറത്തുൽ മുജാദലയുടെ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. കൂടിയാലോചനകളിലും രഹസ്യ സംഭാഷണങ്ങളിലും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ആ വിഷയത്തിലുള്ള മുനാഫിക്കുകളുടെ നിലപാടുകളെ സംബന്ധിച്ചും വിശ്വാസികൾ അതുപോലെയാവരുത്, അവർ രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ, കൂടി സംസാരിക്കുകയാണെങ്കിൽ എന്ത് മര്യാദകളാണ് പാലിക്കേണ്ടത്, അതേപോലെ തന്നെ ഒരു മജ്ലിസിൽ എന്ത് മര്യാദകളാണ് പാലിക്കേണ്ടത്, മറ്റുള്ളവരെ എങ്ങനെ പരിഗണിക്കണം തുടങ്ങിയ കാര്യങ്ങളും വിജ്ഞാനവും ഈമാനും നൽകപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പദവികൾ ഉയർത്തി നൽകുന്നതാണ് തുടങ്ങിയ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് 11 വരെയുള്ള ആയത്തുകളിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇനി വരുന്ന ഭാഗങ്ങളും. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ أيها الذين آمنوا إذا ناجيتم الرسول فقدموا بين يدي نجواكم صدقة ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم. أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله والله خبير بما تعملون. ألم تر إلى الذين تولوا قوما غضب الله عليهم ما هم منكم ولا منهم ويحلفون على الكذب وهم يعلمون. أعد الله لهم عذابا شديدا إنهم ساء ما كانوا يعملون. اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين. لن
تغني عنهم أموالهم ولا أولادهم من الله شيئا أولئك أصحاب النار هم فيها خالدون. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പൊതുവായ സംഭാഷണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ, പ്രവാചകൻ്റെ അടുക്കൽ വന്നുകൊണ്ട് സംഭാഷണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയവരെ, ഇദാ നാജൈതുമുർ റസൂല, നിങ്ങൾ പ്രവാചകനോട് സംഭാഷണം നടത്തുമ്പോൾ, നാജ യുനാജി മുനാജാത്ത്, സംഭാഷണം. ഇദാ നാജൈതുമുർ റസൂല, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ, വല്ലതും സംസാരിക്കാൻ വേണ്ടി വന്നാൽ, ഫഖദ്ദിമു, ഖദ്ദമ യുഖദ്ദിമു തഖ്ദീമ, ഫഖദ്ദിമു, അതിൻ്റെ മുന്നോടിയായി നിങ്ങൾ ചെയ്യണം. ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ചെയ്യുക. ഖദ്ദമ യുഖദ്ദിമു തഖ്ദീമ, ഫഖദ്ദിമു ബൈന യദൈ നജ്വാക്കും, നിങ്ങളുടെ നജ്വയുടെ മുമ്പ്, അഥവാ നബിയോട് സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഫഖദ്ദിമു ബൈന യദൈ നജ്വാക്കും സദഖതൻ, ഒരു സദഖ നൽകണം. ആർക്ക്? ഏതെങ്കിലും പാവപ്പെട്ട ആൾക്ക്, ഏതെങ്കിലും മിസ്കീനിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ല, പ്രവാചകന്മാർക്ക് സദഖ സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ ആർക്കെങ്കിലും ഒരു സദഖ ചെയ്തിട്ടേ സംഭാഷണത്തിന് വരാൻ പാടുള്ളൂ. ഫഖദ്ദിമു ബൈന യദൈ നജ്വാക്കും സദഖതൻ, നിങ്ങളുടെ സംഭാഷണത്തിന് മുമ്പ്, നബിയോട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സദഖ നിങ്ങൾ മുൻകൂട്ടി ചെയ്യണം. ദാലിക ഖൈറുൽ ലക്കും, അതാകുന്നു നിങ്ങൾക്ക് ഖൈർ, വ അത്ഹറു, ഏറ്റവും പരിശുദ്ധമായതും, തൊഹൂറായത് അല്ല, അഥവാ അത്ഹർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായത്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ്, ഏറ്റവും പരിശുദ്ധമായതും അതാണ്. ഫഇല്ലം തജിദു, ഇനി നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെ സാധിക്കാത്തവർ, വജദ യജിദു വുജ്ദൻ വ വിജ്ദാന, കണ്ടെത്താൻ സാധിക്കുക. ഫഇല്ലം തജിദു, നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ, ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറാണ്, പാപങ്ങളേറെ പൊറുക്കുന്നവനും, റഹീമുൻ, കാരുണ്യവാനുമാകുന്നു. അപ്പോൾ പൊതുവെ രഹസ്യ സംഭാഷണത്തിലെ വിഷയങ്ങൾ പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു വിഷയമാണ്, പ്രവാചകനോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഒരു സദഖ നൽകണം ആർക്കെങ്കിലും. എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം നിശ്ചയിച്ചത്? ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്ഥിരപ്പെട്ട ഒരു അസറിൽ നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വദാക അന്നൽ മുസ്ലിമീന അക്സറുൽ മസായില അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഷഖ്ഖു അലൈഹി, മുസ്ലിമീങ്ങൾ ധാരാളം മസ്അലകൾ നബിയോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ മസ്അലകൾ വർദ്ധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പ്രയാസകരമായി തോന്നി. കാരണം കസറത്തു സുആൽ വിലക്കപ്പെട്ടതാണ്, ആവശ്യമുള്ളതല്ല. അധിക ചോദ്യങ്ങളും അനാവശ്യ ചോദ്യങ്ങളാണ്. ഫഅറാദല്ലാഹു അൻ യുഖഫിഫ അൻ നബിയിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തഖ്ഫീഫ് കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു. നബിയുടെ പ്രയാസമൊന്ന് മാറണം. കാരണം വെറുതെ ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ്, പക്ഷേ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് സദക്ക കൊടുക്കണം ആർക്കെങ്കിലും. അപ്പോൾ പിന്നെ ചോദ്യം ഒന്ന് കുറയും, കൊടുക്കേണ്ടി വരുമല്ലോ. പൈസ ചിലവുള്ളതാണ് ചോദ്യമെങ്കിൽ അപ്പം അത്യാവശ്യത്തിനുള്ളതേ ചോദിക്കൂ.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തഖ്ഫീഫ് നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ സദക്ക ചെയ്യണം. അപ്പോൾ സദക്ക ചെയ്താൽ ചോദ്യം ചോദിക്കാം. അങ്ങനെ ഫലമ്മ ഖാല ദാലിക സബറ കസീറും മിനൻ നാസ് വകഫു അനിൽ മസ്അല. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ മസ്അലയെന്ന് വിട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് അവർ വിട്ടുനിന്നു. എന്നാൽ ചില ആളുകൾക്ക് അത്യാവശ്യം ചോദിക്കാനുണ്ടാവും, പക്ഷേ സദക്ക ചെയ്തിട്ടില്ലെങ്കിൽ ചോദിക്കാൻ പറ്റൂല. അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടായി മാറി, ചിലർക്ക് ബുദ്ധിമുട്ടായി മാറി, ആവശ്യക്കാർക്ക് ബുദ്ധിമുട്ടായി മാറി. ഫഅൻസലല്ലാഹു ബഅദു ഹാദാ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞതുപോലെ ഫഇദ് ലം തഫ്അലു വതാബല്ലാഹു അലൈക്കും ഫഅഖീമുസ്സലാഹ വആതുസ്സകാഹ. നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അള്ളാഹു നിങ്ങൾക്കത് വിട്ടു തന്നിരിക്കുന്നു. ആ നിയമം ഉടനെ തന്നെ അള്ളാഹു തഖ്ഫീഫ് ചെയ്തു. ഈ ആദ്യം പറഞ്ഞ 12ാമത്തെ ആയത്തിലെ നിയമം ഒരു പകലിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ നിലനിന്നിട്ടുള്ളൂ. അതേ ദിവസം തന്നെ അത് മൻസൂഖാക്കി, ആ നിയമം ക്യാൻസൽ ചെയ്തു. ഫവസ്സ അല്ലാഹു അലൈഹിം വലം യുളയ്യിഖ്. അള്ളാഹു ചോദ്യങ്ങൾക്ക് വിശാലത നൽകി, അള്ളാഹു ആ നിയമം എടുത്തു കളഞ്ഞു. എന്നിരുന്നാലും അതിലൂടെ ഒരു പാഠം മുസ്ലിമീങ്ങൾക്ക് നൽകി, പ്രവാചകനെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത്, ഞാൻ നിങ്ങളെ വിട്ടേച്ച വിഷയത്തിൽ നിങ്ങൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കരുത്. ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, പാടില്ലാത്തതും പറയുന്നുണ്ട്. അതിനപ്പുറത്തുള്ള മസ്അലകളിലേക്ക് പോയി നിങ്ങൾ കസറത്തു സുആൽ, അമിതമായി ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമിതമായ ചോദ്യങ്ങൾ അത് നല്ലതല്ല. കാരണം ഒരു വ്യക്തിക്ക് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അയാൾക്ക് ബോധം വേണം, എനിക്ക് അറിയേണ്ട വിഷയം എന്താണ്. പലർക്കും അതുതന്നെ അറിയില്ല. വെറുതെ ഒരവസരം കിട്ടി അങ്ങ് ചോദിക്കന്നെ. നമ്മൾ ചോദിക്കേണ്ടത് അറിയേണ്ട വിഷയത്തിന് വേണ്ടിയായിരിക്കും. അപ്പോൾ താൻ അറിയേണ്ട വിഷയത്തിന് ഉത്തരം കിട്ടാവുന്ന രൂപത്തിൽ ചോദ്യത്തെ ആദ്യമേ ക്രമീകരിക്കണം. ഉലമാക്കൾ പറയുന്നതാണ്. അല്ലെങ്കിൽ മനസ്സിലൊന്നുണ്ടാവും, നാവിലെത്തിയപ്പോഴേക്ക് വേറെന്തോയാണ് ചോദിച്ചത്, പറഞ്ഞു പ്രതിഫലിപ്പിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് വേറെ വിഷയത്തിലായിരിക്കും. ആകപ്പാടെ കൺഫ്യൂഷൻ. അങ്ങനെയല്ല, നിങ്ങൾക്കറിയേണ്ട വിഷയം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. 2, അതെങ്ങനെയാണ് കൃത്യമായി ചോദിക്കേണ്ടത് എന്ന ബോധമുണ്ടാകണം. എന്നിട്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ചോദ്യം ചോദിക്കണം. ഉത്തരം പറയുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത് എന്ന ബോധമെങ്കിലും വേണം, എന്നാലത് മനസ്സിലാവുള്ളൂ. ചോദ്യം ചോദിച്ച് പിന്നെ ആകാശത്തേക്ക് നോക്കിയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും, ഉത്തരം അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും. കാരണം പല ചോദ്യകർത്താക്കളും ചോദ്യം ചോദിക്കുന്നത് അയാൾക്ക് പഠിക്കാൻ വേണ്ടിയല്ല, അയാൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് സമയം കളയണം. ആരാണോ ചോദിക്കപ്പെടുന്നത് ആ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കണം. ഞാൻ ഇൽമുള്ള ആളാണെന്ന് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കണം. എന്നാൽ ഉത്തരം പറയുന്ന പണ്ഡിതൻ എൻ്റെ അത്ര അറിവില്ലാത്ത ആളാണ്, അദ്ദേഹത്തെ കുടുക്കി ഉത്തരല്ല. ഇങ്ങനെയൊക്കെയുള്ള രീതികളിലാണ് ആളുകൾ ചോദിക്കുന്നത്. അത്തരം ചോദ്യങ്ങളിലൊന്നും ഖൈറുകളില്ല, അത്തരം ചോദ്യങ്ങളിലൊന്നും നന്മകളില്ല. അതുകൊണ്ട് തന്നെ ധാരാളമായ ചോദ്യങ്ങളിൽ നിന്ന് ഒരു കൺട്രോൾ ലഭിക്കുവാൻ ഈ ആയത്ത് കാരണമായി തീർന്നു. അതിനു പുറമെ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള മറ്റൊരു കാരണം ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതുപോലെ ഖാല ഇബ്നു സൈദിൻ, മുഫസ്സിരീങ്ങളിൽ അഗ്രേസരനായ ഇബ്നു സൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലി അല്ലാ യുനാജിയ അഹ്ലുൽ ബാത്തിലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയശുഖ ദാലിക അലാ അഹ്ലിൽ ഹഖ്. സത്യത്തിൻ്റെ ആളുകൾ അഥവാ സ്വഹാബത്തിന് അറിയേണ്ട ചോദ്യങ്ങളുണ്ടാവും. പക്ഷേ മദീനയിൽ മുനാഫിഖീങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അവർ നബിയോട് ഒരാവശ്യവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും. അതിലൂടെ അവരുദ്ദേശിക്കുന്നത് 1, നബിയെ പ്രയാസപ്പെടുത്തുക, 2, മുസ്ലിമീങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ അവസരത്തെ എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന് ഒരുപാട് തിരക്കുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഉള്ള സമയം ഇവരുടെ ബാത്തിൽ ചോദിച്ചിട്ട് ഹക്ക് പഠിക്കേണ്ട ആളുകൾക്കുള്ള അവസരം തടയുക. അതന്നും ഇന്നുമൊക്കെ നമുക്ക് അത്തരം ആളുകളെ കാണാം. അപ്പോൾ അവർ മുനാഫിഖീങ്ങളായതുകൊണ്ട് തന്നെ ഒരു സദക്ക ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ വിട്ടു നിൽക്കും. കാരണം നിഫാഖിൻ്റെ ആളുകൾക്ക്, പരലോകത്തെ ഭയപ്പെടാത്തവർക്ക് സദക്ക ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്.
സ്വഹാബത്തിനത് വിഷമമുള്ള കാര്യമല്ല, അവരിൽ പണമുള്ളവർക്ക്. എന്നാൽ മുനാഫിക്കീങ്ങൾക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സദക്ക ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയാസകരമായി തീരും. അതുകൊണ്ട് തന്നെ ബാത്തിലിൻ്റെ ആളുകളെ തടയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ഉദ്ദേശിച്ചു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, വകാനൽ മുനാഫിഖൂന റുബ്ബമാ നാജൗ ഫീമാ ലാ ഹാജത ലഹും ഫീഹ്. ഒരാവശ്യവുമില്ലാത്ത ചോദ്യങ്ങൾ അവർ നബിയോട് ചോദിക്കാറുണ്ടായിരുന്നു. ഒരാവശ്യവുമില്ലാത്ത ചോദ്യങ്ങൾ. ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളെ തടയുക, കസ്റത്തു സുആലിനെ തടയുക, ബാത്തിലിൻ്റെ ആളുകൾ മനസ്സിൽ ദുരുദ്ദേശം വെച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെ തടയുക, ഇതെല്ലാമായിരുന്നു ഈ നിയമത്തിൻ്റെ ഉദ്ദേശം. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഇദാ നാജയ്തുമുർ റസൂല, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലതും സംസാരിക്കാൻ വന്നാൽ, ഫഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖ, ഐ ഫഖദ്ദിമു അമാമ നജ്വാകും സദഖതൻ തതസദ്ദഖൂന ബിഹാ അലാ അഹ്ലിൽ മസ്കനതി വൽ ഹാജ. പാവപ്പെട്ട ആവശ്യക്കാർക്ക് നിങ്ങൾ സദഖ ചെയ്യണം. ദാലിക ഖൈറുൽ ലക്കും വ അത്ഹർ, അതാകുന്നു നിങ്ങൾക്ക് ഖൈർ, അഥവാ ഖൈറുൽ ലക്കും ഇൻദല്ലാഹി വ അത്ഹറു ലിഖുലൂബിക്കും മിനൽ മആസിമി. നിങ്ങളുടെ ഹൃദയത്തിന് സദഖയിലൂടെ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. അങ്ങനെ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്ന് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും റബ്ബിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാനും. അള്ളാഹിൻ്റെ അടുത്ത് അതിൻ്റെ ഖൈറുണ്ടാവും, സദഖയുടെ പ്രതിഫലം. അതിനു പുറമെ ദുനിയവിയായി നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ദാലിക ഖൈറുൽ ലക്കും വ അത്ഹറു ഫഇൻ ലം തജിദു. ഇനി നിങ്ങളത് കാണുന്നില്ലെങ്കിൽ, ഇത് ആദ്യത്തെ ആ നിയമത്തെ ലഘൂകരിക്കലാണ്. അഥവാ ഫഇൻ ലം തജിദു, ഇങ്ങനെ സദഖ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അപ്പോൾ സദഖ ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ഇതിലെന്ത് ലഭിച്ചു? ഇളവ് ലഭിച്ചു. അപ്പോഴും സദഖ ചെയ്യാൻ പറ്റുന്നവർക്ക് ആ നിയമം ബാധകമാണ്. കാരണം ഫഇൻ ലം തജിദു, സദഖ ചെയ്യാൻ പറ്റാത്തവർക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. എന്നാൽ അതിനുശേഷമുള്ള 13-ാമത്തെ ആയത്തിൽ ഇത് എല്ലാവർക്കും ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഒരു നിയമമില്ല എന്ന് പറഞ്ഞു. അഅശ്ഫഖതും, ഇനി നിങ്ങൾ ഭയപ്പെടുകയാണോ? അഷ്ഫഖ എന്ന് പറഞ്ഞാൽ പേടി, ഖശിയത്ത്. അഷ്ഫഖ യുഷ്ഫിഖു ഇഷ്ഫാഖൻ, അഷ്ഫഖ യുഷ്ഫിഖു ഇഷ്ഫാഖൻ. അഅശ്ഫഖതും, ഇനി നിങ്ങൾ ഭയപ്പെടുകയാണോ? അൻ തുഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖാത്ത്, നിങ്ങളുടെ നജ്വയുടെ മുന്നോടിയായി, സംഭാഷണത്തിൻ്റെ മുന്നോടിയായി സദഖകൾ നൽകാൻ നിങ്ങൾക്ക് പേടിയുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? എന്തിനെ പേടിക്കുന്നത്? അഖശീതും ബി തഖ്ദീമി സദഖത്തിൽ ഫാഖത വൽ ഫഖറ, ദാരിദ്ര്യത്തെ, ഉപജീവനത്തിൽ കുറവ് വരുന്നതിനാണോ നിങ്ങൾ പേടിക്കുന്നത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ സ്വഹാബികൾക്ക് ധാരാളം ചോദ്യം നബിയോട് ചോദിക്കാനുണ്ടാകും. ഈ ചോദിക്കുന്നതിന് മുമ്പൊക്കെ സദഖ നൽകുകയാണെങ്കിൽ അത് ദാരിദ്ര്യത്തെ അവർക്ക് ഭയപ്പെടാൻ കാരണമായി തീർന്നു. അപ്പം അങ്ങനൊരു പേടി ഇനി നിങ്ങൾക്കുണ്ടെങ്കിൽ, അഅശ്ഫഖതും അൻ തുഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖാത്ത്, നിങ്ങളുടെ സംഭാഷണത്തിന് മുമ്പ് നിങ്ങൾക്കങ്ങനെ സദഖ നൽകുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, ഫഇദ് ലം തഫഅലു, ഇനി നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അഥവാ സദഖ നൽകുന്നില്ലെങ്കിൽ, ഫഅല യഫഅലു ഫിഅലൻ വതാബല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു, വിട്ടു തന്നിരിക്കുന്നു, പുറത്ത് തന്നിരിക്കുന്നു. താബ യതൂബു തൗബൻ വ തൗബതൻ വ മതാബ വതാബല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നിയമം അള്ളാഹു ഇളവ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിനി എന്ത് ചെയ്യുക? ഫഅഖീമുസ്സലാഹ്, നമസ്കാരം ഭംഗിയായി കൃത്യമായി നിർവഹിക്കുക. അങ്ങനെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നന്നാക്കുക. വആതു സക്കാഹ്, നിങ്ങൾ സദഖ ഈ നിലക്ക് നൽകുന്നില്ലെങ്കിലും നിർബന്ധിത സക്കാത്ത് നിങ്ങൾ എന്തായാലും നൽകുക. വആതു സക്കാത്ത, നിങ്ങൾ സക്കാത്ത് നൽകുക. വഅതീഉല്ലാഹ വറസൂലഹു,
അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. അതാഅ യുതീഉ ഇതാഅ വ അതീഉ അല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വല്ലാഹു ഖബീറുൻ, അള്ളാഹു ഖബീറാണ്, അതീവ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ബി മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ ആയത്തിലൂടെ നേരത്തെ പറഞ്ഞ ആയത്തിലെ നിയമത്തെ അള്ളാഹു ക്യാൻസൽ ചെയ്തു. ഇതൊരു ദിവസം മാത്രമേ നിലനിന്നിട്ടുള്ളൂ. സ്വാഭാവികമായും ചോദിച്ചേക്കാം, അങ്ങനൊരു നിയമം തൊട്ടടുത്ത് ക്യാൻസൽ ചെയ്യുമെന്നറിയാവുന്ന റഹ്മാനായ റബ്ബ്, സ്വഹാബത്തിന് ഇങ്ങനെ പ്രയാസമാകും എന്നറിയാവുന്ന റബ്ബ് പിന്നെ എന്തിനാണ് അങ്ങനൊരു നിയമം വെച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം, നാസിഖുമുണ്ട് മൻസൂഖുമുണ്ട്. ഒരായത്ത് കൊണ്ട് മറ്റൊരായത്തിൻ്റെ വിധിയെ അള്ളാഹു ക്യാൻസൽ ചെയ്യും. പക്ഷേ ആ ആയത്ത് ഖുർആനിലുണ്ടാകും. എന്നാൽ നിയമം ക്യാൻസൽ ചെയ്യാതെ ആയത്ത് ക്യാൻസൽ ചെയ്യുന്നതും പരിശുദ്ധ ഖുർആനിലുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൻ നൂറിൽ വിവാഹിതരായ വ്യഭിചാരികളെ എറിഞ്ഞുകൊല്ലണമെന്ന ആയത്ത് സൂറത്തുൻ നൂറിൽ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് എടുത്തു കളഞ്ഞു. പക്ഷെ നിയമം നിലനിർത്തി. ആ നിയമമുണ്ട്, പക്ഷേ ആ ആയത്ത് എടുത്തു കളഞ്ഞു. അതിനെല്ലാം അള്ളാഹുവിന് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലഹാ. ഒരായത്തിന് അള്ളാഹു ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തിനെ അള്ളാഹു മറപ്പിക്കുകയോ ചെയ്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു മറപ്പിച്ച് കളയും. ടോട്ടലി മറപ്പിച്ച് കളഞ്ഞാൽ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ, അതുപോലുള്ളതോ അതിനേക്കാൾ ഖൈറായതോ അള്ളാഹു വേറെ കൊണ്ടുവരും. കാരണം ഈ ആയത്ത് അവതരിപ്പിച്ചതിലൂടെ അള്ളാഹു ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ഒരു നിയമം കടുപ്പിച്ച് പിന്നെ അതിന് ഇളവ് നൽകുമ്പോൾ അതിലൂടെ ആളുകൾക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടായിരുന്നു ആദ്യം അത് പറഞ്ഞത്? അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് അള്ളാഹു നൽകിയ ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഫഇല്ലം തജിദു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളിന്നാണ്. ഈ നിയമത്തെ അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് ആ നിയമം ആദ്യം ഇങ്ങനെ നൽകി, പിന്നെ നാം അതിൽ തഖ്ഫീഫ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളതിൽ സൂക്ഷ്മത പാലിക്കണം, ശ്രദ്ധിക്കണം. ഇതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിലക്കുമുള്ള നന്മകൾ അതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, എങ്കിലും സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, ഖാല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി എന്നല്ല, ഖാല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇന്ന ഫീ കിതാബില്ലാഹി ലആയ, പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, മാ അമില ബിഹാ അഹദുൻ വലാ യഅമലു ബിഹാ അഹദുൻ ബഅദി, എനിക്ക് മുമ്പും ഈ ആയത്തനുസരിച്ച് ആരും പ്രവർത്തിച്ചിട്ടില്ല, എനിക്ക് ശേഷവും ഈ ആയത്തനുസരിച്ച് ആരും പ്രവർത്തിക്കുകയില്ല. അപ്പം ഞാൻ മാത്രമാണ് ആ ആയത്ത് അമലാക്കിയിട്ടുള്ളത്. ഏതാണത്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നാജയ്തുമുർ റസൂല ഫഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖ. അപ്പോൾ ഇങ്ങനൊരു സദഖ നൽകണം എന്നുള്ള ആയത്തിറങ്ങി ഉടനെ അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നതാരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, കാന ഇൻദി ദീനാറുൻ, എൻ്റെ അടുത്തൊരു ദീനാർ ഉണ്ടായിരുന്നു, ഫബിഅ്തുഹു ബി അശറത്തി ദറാഹിം, അത് കൊടുത്തിട്ട് ഞാൻ 10 ദിർഹം വാങ്ങി. ദീനാർ കൊടുത്തിട്ട് ദിർഹം വാങ്ങി. ഫനാജയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഞാൻ നബിയുമായി സംസാരിച്ചു. ഫകുൻതു കുല്ലമാ നാജയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്ദംതു ബൈന യദൈ നജ്വായ ദിർഹമാ. 10 മസ്അലകൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു സദഖ ചെയ്യും, ഒരു മസ്അല ചോദിക്കും, ഒരു സദഖ ചെയ്യും, ഒരു മസ്അല ചോദിക്കും. അങ്ങനെ 10 സദഖ ചെയ്തു, 10 മസ്അലകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. സുമ്മ നുസിഖത് ഫലം യഅമൽ ബിഹാ അഹദുൻ, പിന്നെ അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഈ ആയത്തനുസരിച്ച് പിന്നെ ആരും പ്രവർത്തിച്ചിട്ടില്ല. ഫനസലത് അഷ്ഫഖ്തും അൻ തുഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖാത്ത്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഹാദാ ഹദീസുൻ സ്വഹീഹുൻ അലാ ഷർത്തി ശൈഖൈനി വലം യുഖർരിജ, ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഷർത്ത് പ്രകാരം സ്വഹീഹാണെന്ന് ഇമാം ഹാക്കിം
റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹദീസ് സ്വഹീഹാണ് എന്ന് മറ്റു പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ അസർ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഈ അസർ സ്വഹീഹാണ്. അപ്പോൾ ഈ ആയത്തനുസരിച്ച് പ്രവർത്തിക്കാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് അവസരമുണ്ടായി. അപ്പോഴേക്ക് തന്നെ ആ ആയത്ത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് പാഠം നൽകുവാനും മുനാഫിഖീങ്ങളെ അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവരെ ഭയപ്പെടുത്താനും അല്ലാഹു ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. ആത്മാർത്ഥമായി ചോദ്യം ചോദിക്കാൻ വരുന്നവരെയും അറിയാം, ബാത്തിലിൻ്റെ ആളുകളെയും അറിയാം, ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുന്നവരെയും അറിയാം. അങ്ങനെ എല്ലാ നിലക്കും നിങ്ങളുടെ നിയ്യത്ത് അല്ലാഹു അറിയുന്നുണ്ട്. എക്കാലഘട്ടത്തിലും പണ്ഡിതന്മാരോടും മറ്റും ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് ധാരാളം മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഉലമാക്കൾക്ക് ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ തന്നെയുണ്ട്. അദബു സുആൽ, പണ്ഡിതന്മാരോട് ചോദ്യം ചോദിക്കുന്നതിലെ അദബുകൾ, മര്യാദകൾ. ഒരു നല്ല ചോദ്യകർത്താവിന് മാത്രമേ ഒരു നല്ല ആലിമാവാൻ കഴിയുള്ളൂ. ഒരാളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ ആ വ്യക്തിയുടെ ഉദ്ദേശം, നിലവാരം, സംസ്കാരം ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എങ്ങനെ ചോദ്യം ചോദിക്കാമെന്നതുപോലും പഠിച്ച് മനസ്സിലാക്കണം. പണ്ഡിതന്മാരോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത്, ഏത് സന്ദർഭത്തിലാണ്, ഏത് രൂപത്തിലാണ്, ഇതിലൊക്കെ ധാരാളം മര്യാദകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി പറ്റിയൊരവസരം വെയിറ്റ് ചെയ്ത് 2 വർഷമായി പോയി. 2 വർഷം എങ്ങനെയാ അപ്പോൾ ചോദിക്കുക? അങ്ങനെ ഒരു ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാനും അദ്ദേഹവും ഒറ്റക്കായൊരു സമയത്ത് ഞാൻ ആ ചോദ്യം ചോദിക്കുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, അത്രമാത്രം ആ വിഷയങ്ങളിൽ അവർ ശ്രദ്ധ കാണിച്ചിരുന്നു. ഇനി ചോദിക്കുകയാണെങ്കിൽ തന്നെ ആ ചോദ്യം ഇന്ന് ചോദിക്കലല്ല, ചോദ്യം ചെയ്യലുകളാണ്. ചോദിക്കലല്ല, ചോദ്യം ചെയ്യലുകളാണ്. ആലിമീങ്ങളെ ചോദ്യം ചെയ്യലുകളാണ്, അനാവശ്യ ചോദ്യങ്ങളാണ്, കുതർക്കങ്ങളാണ്, ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങളാണ്, സമയം മെനക്കെടുത്തലാണ്, തർക്കിക്കലാണ്. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഇത്തരം മര്യാദകൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഷ്ഫഖ്തും അൻ തുഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖാത്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ നജ്വയുടെ മുമ്പേ സദഖകൾ നൽകാൻ പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? എങ്കിൽ ഫഇദ് ലം തഫ്അലു, ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും വതാബല്ലാഹു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകിയിരിക്കും. അപ്പോൾ ഈ ആയത്ത് അല്ലാഹു അവതരിപ്പിക്കുന്നത് അല്ലാഹുവിൻ്റെ വിശാലമായ അറിവ്, അല്ലാഹുവിൻ്റെ വിശാലമായ വിട്ടുവീഴ്ച, നിയമങ്ങളിൽ അല്ലാഹു കടുപ്പിക്കുന്നില്ല എന്ന അറിവ്, ഇതൊക്കെ വിശ്വാസികൾക്ക് ലഭിക്കണം. വേറെയും ഹിക്മത്തുകൾ അതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വഅതിഉല്ലാഹ വറസൂലഹ്, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. അതിലൂടെ നിഫാഖിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ കഴിയും. നിങ്ങളുടെ ഇഖ്ലാസ് ഇതിലൂടെ വെളിവാകും. നിങ്ങളുടെ ഇഖ്ലാസ് ഇതിലൂടെ വെളിവാകും. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള കാരണം മുനാഫിഖീങ്ങളുടെ തെറ്റായ സമീപനങ്ങളും ചോദ്യങ്ങളുമാണ്. ആ മുനാഫിക്കുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ് 14-ാമത്തെ ആയത്തിൽ. അലം തറ, നബിയെ നിങ്ങൾ കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അലം തറ, നബിയെ കണ്ടില്ലേ? ഇലല്ലദീന, ഒരു കൂട്ടരിലേക്ക്, തവല്ലൗ ഖൗമൻ, ഒരു സമൂഹത്തെ അവർ മിത്രങ്ങളായി സ്വീകരിച്ചിരിക്കുന്നു, വലിയകളായി സ്വീകരിച്ചിരിക്കുന്നു. തവല്ലായ തവല്ല, തവല്ലി, വലിയായി, കൂട്ടുകാരനായി, മിത്രമായി സ്വീകരിക്കുന്നതിന് ആ വാക്ക് പറയും. അവർ തവല്ലൗ ഖൗമൻ, ഒരു സമൂഹത്തെ അവർ മിത്രങ്ങളായി സ്വീകരിച്ചിരിക്കുന്നു. അവരുടെ പ്രത്യേകത എന്താണ്? ഗദിബല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ കോപിച്ചിട്ടുണ്ട്. ഗദിബ യഗ്ദബു ഗദബൻ, ഗദിബ എന്ന് പറഞ്ഞാൽ കോപിക്കുക. ഗദിബ യഗ്ദബു ഗദബൻ, കോപം. ഗദിബല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ കോപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ മിത്രങ്ങളായി സ്വീകരിച്ചവരെ കണ്ടില്ലേ? മാഹും മിൻകും, അവർ നിങ്ങളിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുഅ്മിനുകളല്ല. വലാ മിൻഹും, എന്നാൽ അവരിൽപ്പെട്ടവരുമല്ല.
വയഹ്ലിഫൂന അലൽ കദിബി, വയഹ്ലിഫൂന അവർ സത്യമിട്ട് ആണയിട്ട് പറയും. ഹലഫ യഹ്ലിഫു ഹൽഫൻ വഹലിഫൻ വഹിൽഫൻ വമഹ്ലൂഫ. ഹലഫ യഹ്ലിഫു എന്ന് പറഞ്ഞാൽ സത്യം ചെയ്ത് പറയാം, ആണയിട്ട് പറയുക, വല്ലാഹി എന്ന് പറയുക. വയഹ്ലിഫൂന അലൽ കദിബി അവർ കളവിന് ആണയിട്ട് പറയുന്നു. വഹും യഅലമൂൻ അവർക്കറിയാം അവർ കളവാണ് പറയുന്നത്. അലിമ യഅലമു ഇൽമൻ വഹും യഅലമൂൻ അവർ അറിയുന്നുണ്ട്. ഇത് മുനാഫിഖീങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. അവർ യഥാർത്ഥത്തിൽ അവിശ്വാസികളാണ്, മുസ്ലിമീങ്ങളല്ല. എന്നാൽ വഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലു ഇന്നാ മഅക്കും. മുഅ്മിനുകളോട് പറയും ഞങ്ങൾ വിശ്വസിച്ചു, മുഅ്മിനുകളാണെന്ന് പറയും. അവരെടുത്ത് പോയാൽ പറയും ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ അവരെ കളിയാക്കിയതാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരാണ് മുനാഫിഖീങ്ങൾ. ഒന്നെങ്കിൽ യഹൂദനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദനായി നിൽക്കുക, അല്ലെങ്കിൽ മുഅ്മിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരിയായ മുഅ്മിനാവുക. ഇത് രണ്ടുമല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് മാഹും മിൻകും വലാ മിൻഹും. മാഹും മിൻകും ബാത്തിനിൽ അവർ നിങ്ങളുടെ കൂടെയല്ല, ലാഹിറിൽ നിങ്ങളുടെ കൂടെയാണ്. വലാ മിൻഹും എന്നാൽ അവരിൽ പെട്ടതുമല്ല. കാരണം ലാഹിറിൽ അവരുടെ കൂടെയല്ല, ബാത്തിനിൽ അവരുടെ കൂടെയാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ മുഅ്മിനുകളുടെ കൂടെ പ്രത്യക്ഷത്തിലുണ്ട്, ശരീരം കൊണ്ടുണ്ട്, മനസ്സുകൊണ്ടില്ല. യഹൂദൻ്റെ കൂടെ മനസ്സുകൊണ്ടുണ്ട്, ശരീരം കൊണ്ടില്ല. കാരണം മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് നബിയുടെ കൂടെയാണ്. ഇങ്ങനെയുള്ള കപടവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ചാണ് പറഞ്ഞത് മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉല വലാ ഇലാഹ ഉല. അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല, അവിടെ ഇവിടെയും ചാടി കളിക്കുന്ന ആളുകൾ. പക്ഷേ ഇവരധികവും അവരുടെ മൈത്രി ബന്ധം അവർക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് ആണ്, യഹൂദരോടാണ്. ഇത് കറക്റ്റും മുനാഫിഖീങ്ങളെക്കുറിച്ചുള്ള വാക്കാണ്. അലം തറ ഇലല്ലദീന തവല്ലൗ ഖൗമൻ ഗദിബല്ലാഹു അലൈഹിം മാ ഹും മിൻകും വലാ മിൻഹും വയഹ്ലിഫൂന അലൽ കദിബി വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് അവർ കളവിന് സാക്ഷ്യം വഹിക്കുകയും കളവാണ് പറയുന്നതെന്നറിഞ്ഞിട്ടും വല്ലാഹി എന്ന് പറയുകയും ചെയ്യും. അതാണ് വഹും യഅലമൂൻ, അറിയാം, എന്നിട്ടും വയഹ്ലിഫൂന അലൽ കദിബ്. സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഇന്നക ലറസൂലുള്ളാഹ് എന്നൊക്കെ പറയും, പക്ഷേ കളവാണ് പറയുന്നത്, നുണ പറയുകയാണ്. ഇങ്ങനെ കളവാണെന്നറിഞ്ഞുകൊണ്ട് വല്ലാഹി പറയുന്നവർ ശ്രദ്ധിക്കണം. വ്യക്തമായ നിഫാഖിൻ്റെ അടയാളമാണ്, വ്യക്തമായ കാപട്യത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് വയഹ്ലിഫൂന അലൽ കദിബി വഹും യഅലമൂൻ. നേരെ മറിച്ച് അറിയാതെ താൻ സത്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യത്തിന് ഒരാൾ ചിലപ്പോൾ വല്ലാഹി പറഞ്ഞേക്കും. കാര്യം സത്യമായിരിക്കില്ല, പക്ഷേ വല്ലാഹി എന്ന് പറയും. കാരണം അയാളുടെ ഇൽമിൽ നിന്നുകൊണ്ട് പറഞ്ഞതായിരിക്കാം. എന്നാൽ പോലും ഉറപ്പ് വരുത്തിയിട്ടേ പറയാവൂ. എന്നാലും അത് പൂർണ്ണമായും ഞാൻ പറയുന്നത് കളവാണെന്ന് ബോധ്യപ്പെട്ട് വല്ലാഹി പറയുന്നതിന് അതാണ് ഏറ്റവും ഗൗരവമേറിയത്. കാരണം അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തെ കാണിക്കും. അപ്പോൾ മുനാഫിഖീങ്ങൾ, കപടവിശ്വാസികൾ, അവർ അവരുടെ ഈമാനിനെ ആണയിട്ട് പറയുന്നു, എന്നാൽ സത്യത്തിൽ അവർ വിശ്വാസികളല്ല. അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് മൈത്രിബന്ധം പുലർത്തുന്നവരാണ്. എക്കാലഘട്ടത്തിലെയും ഈ സ്വഭാവമുള്ള അവിടെയും ഇവിടെയും നിൽക്കുന്ന ആളുകൾക്ക് ഇത് ബാധകമാണ്. ഒരു ടീമിൻ്റെ അടുത്ത് പോയാൽ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇപ്പുറത്ത് വന്നിട്ട് പറയും അവരുടെ ആദർശത്തോട് നമുക്ക് അത്ര ഇതൊന്നുമില്ല, നിങ്ങളോട് കൂടിയാണ്. എന്നിട്ട് രണ്ടു കൂട്ടരുടെയും രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോർത്തി ഫിത്നയുണ്ടാക്കുന്ന ആളുകൾ, ഫസാദിൻ്റെ ആളുകൾ. ഇത് നിഫാഖാണ്. തനിക്കൊരാദർശമുണ്ടോ, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും സത്യസന്ധമായി ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുക. അതുകൊണ്ടാണ് മുനാഫിഖീങ്ങളെക്കുറിച്ച് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് പറഞ്ഞത്. കാരണം അവരിൽ കുഫറുമുണ്ട്, ഖിദാഉമുണ്ട്. കുഫർ മാത്രമല്ല, വഞ്ചനയും കൂടി ഉണ്ട്. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അള്ളാഹുവിനെയും വിശ്വാസികളെയും അവർ വഞ്ചിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ കാപട്യം കൊണ്ട്. അതിൻ്റെ അർത്ഥം കുഫറോ ഷിർക്കോ കുഴപ്പമൊന്നുമില്ല, പ്രഖ്യാപിച്ചാൽ മതി എന്നാണോ? അല്ല, അതല്ല പറയുന്നത്. മറിച്ച് സത്യസന്ധത, വഞ്ചനയില്ലാത്ത അവസ്ഥ, ഇതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നു. കാപട്യത്തെ അല്ലാഹു ഗൗരവത്തിൽ കാണുന്നു.
അതുകൊണ്ട് ശ്രദ്ധിക്കുക. അലം തറ ഇലല്ലദീന തവല്ലൗ ഖൗമൻ ഗദിബല്ലാഹു അലൈഹിം മാ ഹും മിൻകും വലാ മിൻഹും വയഹ്ലിഫൂന അലൽ കദിബി വഹും യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദ. അഅദ്ദ തയ്യാറാക്കുക, അഅദ്ദ യുഇദ്ദു ഇഅദാദൻ തയ്യാറാക്കൽ. അഅദ്ദല്ലാഹു ലഹും അല്ലാഹു അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അദാബൻ ശദീദ കഠിനമായ ശിക്ഷ. കഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത് ഈ കാപട്യം കാരണത്താൽ. ഇന്നഹും നിശ്ചയമായും അവർ സാഅ വളരെ മോശമായിരിക്കുന്നു. സാഅ യസൂഉ സൂഅൻ വസൗഅ സാഅ മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നത് വളരെ മോശമായിരിക്കുന്നു. അവർ പ്രവർത്തിക്കുന്നത് വളരെ മോശമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിഫാഖ് വളരെ മോശമാണ്. സൂറത്തുൽ ബഖറയിൽ തുടക്കത്തിൽ 5 ആയത്തുകൾ വിശ്വാസികളെക്കുറിച്ചാണ്, പിന്നുള്ള 2 ആയത്തുകൾ കാഫറുകളെക്കുറിച്ചാണ്, പിന്നീട് വന്ന 12 13 ആയത്തുകൾ മുനാഫിഖീങ്ങളെക്കുറിച്ചാണ്. സൂറത്തു തൗബ പരിശോധിച്ചാൽ മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് തന്നെ പറയുന്നതായി കാണാൻ സാധിക്കും. വേറെയും ധാരാളം അധ്യായങ്ങളിൽ മുനാഫിഖീങ്ങളുടെ അപകടം വളരെ വലുതാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് കൂട്ടുകൂടി ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളും ഇതിൽപ്പെടുന്നതാണ്. അവർ യഥാർത്ഥത്തിൽ യുക്തിവാദം, നിരീശ്വരവാദം, ഇസ്ലാമിനോടുള്ള വെറുപ്പ്, വിയോജിപ്പ് ഒക്കെ അവർക്കുണ്ട്. എന്നാൽ മുസ്ലിം അല്ല എന്ന് പറയാൻ അവർക്ക് പ്രയാസമുണ്ട്. അപ്പം എന്ത് ചെയ്യാണ്? രണ്ടിൻ്റെയും ഇടയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. അവരുടെ കൂടെയും കൂടും, ഇവിടെയും കൂടും. അങ്ങനെയുള്ള ആളുകൾ അഹ്ലുസുന്നയുടെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ. എന്നാൽ അവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികൾക്ക് വേണ്ടി പണിയെടുക്കും. ഷിയാക്കൾക്ക് വേണ്ടി, ഖവാരിജികൾക്ക് വേണ്ടി, ഹദീസ് നിഷേധികൾക്ക് വേണ്ടി ഒക്കെ പണിയെടുക്കുന്ന ആളുകൾ. അപ്പോൾ ഈ നിലക്ക് വലിയ കാപട്യം കാണിച്ചുകൊണ്ട് അഹ്ലുസുന്നയിൽ നിലകൊള്ളുന്നവർ, വലിയ കാപട്യം കാണിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവർ, അതേസമയത്ത് ഖുർആനിനോടും സുന്നത്തിനോടും വെറുപ്പുള്ളവർ, സ്വഹാബത്തിൻ്റെ മൻഹജിനോടും ഇസ്ലാമിക ലോകത്തിലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരോടും വിയോജിപ്പുള്ളവർ, ഇവരൊക്കെ വരുത്തി വെക്കുന്ന വിനകൾ വളരെ വലിയ വിനയാണ് എന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇത്തരം വഈദുകൾ, ഇത്തരം താക്കീതുകൾ ഉള്ളതാണ്. അവരും അതിനെ ഗൗരവത്തിലെടുക്കണം. അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദ കഠിനമായ ശിക്ഷ അള്ളാഹു അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നത് എത്ര മോശമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത്തഖദൂ ഐമാനഹും ഇത്തഖദൂ അവർ സ്വീകരിച്ചിരിക്കുന്നു. ഇത്തഖദ യത്തഖിദു ഇത്തിഖാദൻ സ്വീകരിക്കുക. ഇത്തഖദൂ ഐമാനഹും യമീനിൻ്റെ ജംആണ് ഐമാൻ. സത്യം ചെയ്തു പറയൽ, യമീൻ സത്യമിട്ട് പറയൽ, ആണയിട്ട് പറയൽ. അവരുടെ ആണയിട്ട് പറയലിനെ അവർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ജുന്നതൻ, ജുന്ന എന്ന് പറഞ്ഞാൽ പരിച, ജുന്നത്ത് എന്ന് പറഞ്ഞാൽ പരിച, ഒരു പരിചയായി തങ്ങൾക്കുള്ള ഷർറിനെ തടയുന്ന ഒരു കാര്യമായി അവർ അതിനെ സ്വീകരിച്ചിരിക്കുന്നു. ഫസദ്ദു അങ്ങനെ അവർ തടയുകയും ചെയ്തിരിക്കുന്നു. സദ്ദ യസുദ്ദു സദ്ദൻ തടയുക. ഫസദ്ദു അൻ സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. ഫലഹും അവർക്കുണ്ട് അദാബുൻ ശിക്ഷയുണ്ട്, മുഹീൻ നിന്ദ്യമായ. അഹാന യുഹീനു ഇഹാനത്തൻ, അഹാന എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക, മുഹീൻ എന്ന് പറഞ്ഞാൽ നിന്ദിക്കുന്നത്. അദാബും മുഹീൻ നിന്ദിക്കുന്ന ശിക്ഷ അവർക്കുണ്ട്, നിന്ദ്യമായ ശിക്ഷയാണ്. ശിക്ഷ 2 വിധമുണ്ട്. ഖുർആനിൽ 2 നിലക്കാണ് ശിക്ഷയെക്കുറിച്ച് പറഞ്ഞത്. ഒന്ന് അദാബുൻ അലീം അല്ലെങ്കിൽ അദാബുൻ ഷദീദ് കഠിനമായ ശിക്ഷ, മറ്റൊന്ന് അദാബും മുഹീൻ നിന്ദ്യമായ ശിക്ഷ. അത് രണ്ടും 2 സ്വഭാവമാണ് അതിന്. കഠിനമായ ശിക്ഷയും നിന്ദ്യമായ ശിക്ഷയും രണ്ടിനും 2 സ്വഭാവമാണ്. അപ്പോൾ തങ്ങളുടെ യമീനുകളെ ആണയിട്ട് പറയാണ്, വല്ലാഹി വല്ലാഹി. എന്തിനാണ് പറയുന്നത്? ആ വിഷയത്തിൽ തങ്ങൾക്കെതിരെ വരാവുന്ന ഷർറിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. കാരണം വല്ലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ എന്ത് ചെയ്യും? അള്ളാഹിനിട്ട് പറഞ്ഞാൽ വിശ്വാസികൾ വേഗം അത് അംഗീകരിക്കും, സ്വീകരിക്കും. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളെ സംരക്ഷിക്കുവാനും തങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാനും വേണ്ടി ആണയിട്ട് പറയുന്നവർക്കൊക്കെ ഇത് ബാധകമാണ്. അതേസമയത്ത് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ മുനാഫിഖീങ്ങളെ സംബന്ധിച്ചാണ്. അതേസമയത്ത് അതിൻ്റെ ശുബ്ഹാത്തുള്ളവർക്കൊക്കെ ഇത് ബാധകമാണ്. തങ്ങളുടേതായ ഒരു സംരക്ഷണത്തിന് വേണ്ടി ആണയിട്ട് പറയുക, വല്ലാഹി എന്ന് പറയുക, അപകടങ്ങളെ തടയാൻ വേണ്ടി.
അപ്പോൾ ഇവരും അങ്ങനെ തന്നെയാണ്. ഇത്തഖദു അയ്മാനഹും ജുന്നത്തൻ, അവർ വല്ലാഹി എന്ന് പറയാൻ എന്തിനാണ് ജുന്നത്തായി സ്വീകരിക്കുകയാണ്. കാരണം മുനാഫിഖീങ്ങളാണെങ്കിൽ, സത്യനിഷേധികളാണെങ്കിൽ യുദ്ധ നടപടികളും പ്രവാചകൻ്റെ നടപടികളും ഉണ്ടാകുമ്പോൾ അവർക്ക് ദുനിയവിയായ ശിക്ഷ ലഭിക്കും. ആ ദുനിയവിയായ ശിക്ഷയിൽ നിന്നും യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടാനും അത്തരം സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളുടെ പ്രൊട്ടക്ഷൻ ലഭിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എന്ന് പറയുന്നത്. എന്നാൽ അതല്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ അവർ അവരുടെ കൂടെയാണെന്നും പറയും. അപ്പോൾ ഒരു പരിചയമായി, ഒരു സംരക്ഷണമായി, മുസ്ലിമാണ് എന്നുള്ള നേട്ടം ലഭിക്കണം, മറ്റ് അപകടങ്ങൾ ഉണ്ടാവരുത്, അതിനു വേണ്ടിയാണ് അവർ അങ്ങനെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് മദീനയിൽ നബിയുടെ കൂടെ നിന്നാലേ ഇനി രക്ഷയുള്ളൂ, സ്വഹാബത്തിൻ്റെ കൂടെ നിന്നാലേ രക്ഷയുള്ളൂ, ഇവരുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അപകടമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കൂടെയാണെന്ന് പറയാം. എന്നാൽ മനസ്സുകൊണ്ടല്ല താനും. അങ്ങനെയാണ് അവർ അതിനൊരു ജുന്നത്തായി സ്വീകരിച്ചത്. ഫസദ്ദു അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ തടയുകയും ചെയ്യുന്നു. മുഹമ്മദ് ബിൻ ജരീർ അത്തബരി റഹിമഹുല്ലാ ആ ഭാഗത്തിന് നൽകിയ തഫ്സീർ, മുനാഫിഖീങ്ങളുടെ വിഷയത്തിലും സത്യനിഷേധികളുടെ വിഷയത്തിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പ്രവാചകനും സഹാബത്തിനും നടപ്പിലാക്കേണ്ടതുണ്ട്. അത് നടപ്പിലാക്കുന്നതിൽ നിന്ന് ഇവർ തങ്ങളുടെ യമീന് കൊണ്ട് എന്ത് ചെയ്യുന്നു? അവരെ തടയുന്നു. കാരണം ഇങ്ങനെ പറയുമ്പോൾ ഈ നിയമം നടപ്പിലാക്കാൻ പറ്റൂല, ഇങ്ങനെ പറയുമ്പോൾ ഈ നിയമം നടപ്പിലാക്കാൻ പറ്റൂല. അപ്പോൾ സത്യനിഷേധികളുടെ വിഷയത്തിൽ നടപ്പിലാക്കേണ്ടുന്ന ഒരു നിയമം നടപ്പിലാക്കാൻ പറ്റാത്ത വിധം ഇവരെന്ത് ചെയ്യാണ്? ഈ കളവ് കൊണ്ട് നബിയെയും സഹാബത്തിനെയും വഞ്ചിക്കുകയാണ്. അപ്പോൾ നിഷേധികളുടെ വിഷയത്തിലുള്ള നടപടികൾ ചെയ്യാൻ ഇവരുടെ കാര്യത്തിൽ കഴിയാതെ പോവുകയാണ്. അതേ സമയത്ത് ഇവരെ പോലെ തന്നെ കുഫറുള്ള ആളുകൾ ഈ നിഫാക്ക് കാണിക്കാത്തത് കൊണ്ട് ഇസ്ലാമിൻ്റെ നടപടികൾക്ക് അവർ വിധേയമാക്കപ്പെടുകയും ചെയ്യും. രണ്ടു കൂട്ടരും ചെയ്യുന്ന ഒരേ തെറ്റാ മനസ്സുണ്ട്. പക്ഷേ ഇവർ രക്ഷപ്പെടുകയാണ് എങ്ങനെ? ഈ നുണ പറഞ്ഞിട്ട്, ഈ വല്ലാഹി പറഞ്ഞിട്ട്, നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട്. അതാണ് ഫസദ്ദു അൻ സബീലില്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒരു തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ, ഈ നിഫാക്കുള്ള ആളുകൾ ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കുമ്പോൾ നല്ല മനുഷ്യന്മാരും ഈമാനും തഖ്വയും ഇഖ്ലാസുമുള്ള ആളുകൾക്കും ഇവർ ശുബ്ഹാത്തുകൾ ഉണ്ടാക്കി കൊടുക്കും. ഒരു മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില വിഷയങ്ങൾ, ആ ഹദീസ് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ, ഈ ഹദീസ് ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ, അത് ശരിയാവോ, ഇത് ശരിയാവോ, ഇതിങ്ങനെ ചോദിച്ച്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആയിഷ ബീവിനെ കല്യാണം കഴിച്ച അത് ശരിയായില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതുവരെ ഒരു പ്രശ്നവും ഇല്ലാത്ത മനുഷ്യൻ്റെ മനസ്സിൽ ശരിയാണല്ലോ പറഞ്ഞത് എന്ന് തോന്നുകയാണ്. ഇങ്ങനെ ഈ കാപട്യക്കാരുടെ വാക്കും പ്രവൃത്തിയും കാരണം പല ആളുകൾക്കും നിഫാക്കിനോട് ചായ്വും ഇസ്ലാമിനോട് ശക്കും ഉണ്ടായിത്തീരുകയാണ്. അങ്ങനെയും അവർ സത്യദീനിൽ നിന്ന് തടയുന്നുണ്ട്. ഫസദ്ദു അൻ സബീലില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ വെറുതെ വിടുന്നു വിചാരിക്കേണ്ട. ഫലഹും അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷ അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം അള്ളാഹു കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് തന്നെ ആരുടെ കൂടെ ചേരുന്നതിന് മുമ്പും അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം. കാരണം ഫോളോ ചെയ്യപ്പെട്ടവർക്ക് എന്ത് ശിക്ഷയാണോ അത് തന്നെയാണ് ഫോളോ ചെയ്തവനുമുള്ളത്. ഞങ്ങൾ ഇന്നാ കുന്നാലക്കും തബഅൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്തു, നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നാണ്, ഞങ്ങൾ ദുർബലരായിരുന്നു, ഞങ്ങൾ അനുയായികളായിരുന്നു. പരലോകത്ത് അത്തരം സംവാദങ്ങളും തർക്കങ്ങളും അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഫോളോവേഴ്സിനോടും പറയും, ഫോളോ ചെയ്യപ്പെട്ടവനോടും പറയും, നരകത്തിൽ പ്രവേശിക്കാൻ പറയും. ഒരു ഇളവുമില്ല. അവർ ഞങ്ങളുടെ പിന്നാലെ കൂടി എന്ന് പറഞ്ഞു നോക്കും. രാവു പകൽ ഒരുപോലെ തന്ത്രങ്ങൾ പ്രയോഗിച്ച് ഞങ്ങളുടെ കൂടെ കൂടി അങ്ങനെ ഞങ്ങൾ അവരെ ഫോളോ ചെയ്തു പോയതാണെന്ന് പറഞ്ഞു. ഒരു കാര്യവുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത് ഓരോരുത്തർക്കും മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി നൽകിയിട്ടില്ല എന്നാണ്. വലാ തഖുഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് ഇൽമില്ലാത്തതിൻ്റെ പിന്നാലെ നീ പോകേണ്ട ആവശ്യമില്ല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടും. നിനക്ക് ബുദ്ധി തന്നിട്ടില്ലേ? വേറൊരാളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബുദ്ധി തന്നിട്ടുണ്ട്, ഓരോരുത്തർക്കും കാത് നൽകിയിട്ടുണ്ട്. ചില ആളുകൾ സ്വന്തം കാതുകൊണ്ട് കേൾക്കുകയില്ല, ഒക്കെ മറ്റുള്ളവർ കേട്ടത് മതി ഇവർക്ക്. ആരെന്ത് പറഞ്ഞാലും അവർ കേട്ടാൽ മതി, എനിക്ക് കേൾക്കണമെന്നില്ല.
അല്ല നിങ്ങളത് കേട്ടിട്ടുണ്ടോ? എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? എനിക്ക് കാണേണ്ട ആവശ്യമില്ല. കണ്ടവൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. സ്വന്തം ചെവി കൊണ്ട് കേൾക്കാത്തവർ, സ്വന്തം കണ്ണുകൊണ്ട് കാണാത്തവർ, സ്വന്തം ഹൃദയം കൊണ്ട് ചിന്തിക്കാത്തവർ, മറ്റുള്ളവർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു, എന്നിട്ട് സിന്ദാബാദ് വിളിച്ചു പിറകെ നടക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞത് വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ. കുറേ ഒച്ചയും വിളിയും കേട്ട് സഞ്ചരിക്കുന്ന കന്നുകാലികളെ പോലെയാണ് ചില ആളുകൾ. കന്നുകാലികൾക്ക് എങ്ങോട്ടാണോ തെളിക്കുന്നത് ചിന്തയൊന്നുമില്ല, അതിലങ്ങ് നടന്നോളും എന്നതുപോലെയാണവർ. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ, അവർ അന്ധന്മാരാണ്, ബധിരന്മാരാണ്, മൂകന്മാരാണ്. ഫഹും ലാ യാഖിലൂൻ, ചിന്തിക്കാത്തവരാണ്. അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവനവന് നൽകപ്പെട്ട ബുദ്ധിശക്തി ഉപയോഗിച്ച് നന്നായി പഠിക്കണം. ഏത് വിഷയവും പഠിച്ച് മനസ്സിലാക്കി അത് ഖുർആനിലും സുന്നത്തിലും ഉള്ളതാണെങ്കിൽ അതിനെ പിൻപറ്റി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിനെ ഫോളോ ചെയ്യുക. ഈ പറയപ്പെട്ട വ്യക്തികളോ സംഘടനകളോ ഗ്രൂപ്പുകളോ നേതാക്കളോ ആരും തന്നെ ഖിയാമത്ത് നാളിൽ സഹായിക്കാനുണ്ടാവില്ല. എല്ലാവരും ഒറ്റക്ക് തൻ്റെ വിശ്വാസവും തൻ്റെ അമലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിനപ്പുറത്തൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അവരെ സംബന്ധിച്ച് ലാ തുഗ്നിയ അൻഹും, അവർക്ക് ഉപകാരപ്പെടുകയില്ല. അഗ്ന യുഗ്നി ഇഗ്നാഅൻ എന്ന് പറഞ്ഞാൽ മതിയാവുക, ഉപകാരപ്പെടുക. അഗ്നാഅൻ ലാ തുഗ്നിയ അൻഹും, അവർക്ക് ഉപകാരപ്പെടുകയില്ല. അംവാലുഹും, മാലിൻ്റെ ജംആണ് അംവാൽ, അവരുടെ ധനം. വല ഔലാദുഹും, വലതിൻ്റെ ജംആണ് ഔലാദ്, അവരുടെ സന്താനങ്ങളും. മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് അവർക്ക് ഒന്നും അധീനപ്പെടുത്തി കൊടുക്കുകയില്ല. അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരുടെ സന്താനങ്ങളോ അവരുടെ സമ്പത്തോ അവരെ തടയുകയില്ല. ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകാവകാശികളാകുന്നു, നരകത്തിൻ്റെ ആളുകളാകുന്നു. സാഹിബിൻ്റെ ജംആണ് അസ്ഹാബ്. ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകത്തിൻ്റെ ആളുകളാകുന്നു. ഹും, അവർ ഫീഹ, അവിടെ ഖാലിദൂൻ, ഖലദ യഖ്ലുദു ഖുലൂദൻ വഹുവ ഖാലിദുൻ, ഖാലിദൂൻ, അവർ അവിടെ നിത്യവാസികളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദുനിയാവിലെ സമ്പത്തുക്കളോ ദുനിയാവിലെ സ്ഥാനമാനങ്ങളോ ദുനിയാവിലെ സൈന്യങ്ങളോ സന്താനങ്ങളോ ഒന്നും തന്നെ പരലോകത്ത് ഉപകാരപ്പെടില്ല. ഇൽമും ഈമാനും അമലും കൊണ്ടല്ലാതെ പരലോകത്ത് ഒരാൾക്കും രക്ഷയില്ല. അതുകൊണ്ട് പഠിക്കുക, മനസ്സിലാക്കുക, ഇഖ്ലാസുള്ളവരാവുക, ഒരിക്കലും കാപട്യമില്ലാതിരിക്കുക. എങ്കിൽ നിന്ദ്യമായ ശിക്ഷയിൽ നിന്ന്, കഠിനമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇല്ല എങ്കിൽ നരകാവകാശികളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ കുഫർ, ശിർക്ക്, നിഫാഖ്, അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഇഖ്ലാസുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ അബദ്ധങ്ങൾ, പാകപ്പിഴവുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാനും മനുഷ്യൻ്റെ മനസ്സിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ, വിശ്വാസരംഗത്തെ അവസ്ഥകൾ, കർമ്മരംഗത്തെ അവസ്ഥകൾ, ഇതൊക്കെ വളരെ വിശദമായി പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പഠിക്കാനുള്ള ഭാഗ്യവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ലഭിച്ചിട്ടും ഖുർആൻ വിലക്കിയ വിശ്വാസങ്ങളിലേക്ക്, ഖുർആൻ വിലക്കിയ സ്വഭാവങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുകയും ശക്തമായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഉന്നതമായ സംസ്കാരത്തിലേക്ക്, സ്വഭാവത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ധാരാളമായി ഖുർആൻ ഓതുന്ന, ധാരാളമായി ഖുർആൻ പഠിക്കുന്ന, അതിലുപരി പരിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ അമലാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുവാനും പഠിച്ച കാര്യങ്ങളെ മറന്നു പോവാതിരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലും നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ.
മരിക്കുന്നതുവരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ നിലക്കുമുള്ള മതരംഗത്തും ദുനിയാവിൻ്റെ രംഗത്തുമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദർശപരമായും ശാരീരികമായും മുസ്ലിം ഉമ്മത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടി മെനക്കെടുന്ന ആളുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അവരുടെ കുതന്ത്രങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശഅബാൻ മാസത്തെയും തുടർന്ന് വരുന്ന റമളാൻ മാസത്തെയും ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദർസ്, ഇതേപോലെയുള്ള തത്തുല്യമായ ദർസുകൾ, ഈ മഹത്തായ സ്ഥാപനം, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരട്ടെ. ഈ മഹത്തായ അനുഗ്രഹം നമുക്ക് നിലനിർത്തി തരട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. ഈ രാജ്യത്തും വിദേശികളായ നമുക്ക് ഖുർആൻ പഠിക്കാനും ഹദീസുകൾ പഠിക്കാനുമൊക്കെ നിർലോഭം അവസരം നൽകുന്ന ഈ രാജ്യത്തിലെ നല്ലവരായ ഭരണാധികാരികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. ഏറ്റവും ശരിയായ വഴികളിലേക്ക് അല്ലാഹു അവരെ നയിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല കൂട്ടുകെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമാറാകട്ടെ. ഇരുലോകത്തും അല്ലാഹു അവർക്ക് വലിയ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.